നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ കറിയാണ്. ഒരു സൗത്ത് ഇന്ത്യൻ സ്പെഷ്യൽ വിഭവമായ ചെട്ടിനാട് ചിക്കൻ കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം. ചെട്ടിനാട് ചിക്കൻ കറിയിലെ മസാലയിലുള്ള വ്യത്യാസമാണ് ഈ ചിക്കൻ കറിയെ മറ്റുള്ള ചിക്കൻ കറികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള സ്പെഷ്യൽ മസാല തയ്യാറാക്കിയെടുക്കാം. മസാല തയ്യാറാക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലി, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 വറ്റൽമുളക്, 2 ഏലക്കായ, 2 ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം പട്ട, 2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് എല്ലാത്തിൻ്റെയും കളറ് ചെറുതായി ഒന്ന് മാറിക്കിട്ടും വരെ ഒന്ന് വാട്ടിയെടുക്കാം. കറിവേപ്പില ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ 1 മിനിറ്റ് കൂടി തേങ്ങയൊന്ന് ഡ്രൈ ആയി കിട്ടും വരെ ഒന്ന് വാട്ടിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ച് കൈ എടുക്കാതെ 3-4 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി തേങ്ങയുടെ കളർ ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറിക്കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് പേസ്റ്റ് പോലെ അരച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് സ്റ്റവിലേക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി കിട്ടിയാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ തന്നെ 2 വലിയ സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മസാലയിലേക്കുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെച്ച് കൈ എടുക്കാതെ 4-5 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റി സവാളയുടെ കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 കുടം വെളുത്തുള്ളിയും 2 പച്ചമുളകും മീഡിയം കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് ചേർത്തിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറാനായി 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായി ഒന്ന് ഇളക്കി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറാനായിട്ട് ഒരു 20 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാനായി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് 30 സെക്കൻഡ് കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ മുഴുവൻ മല്ലിയും സ്പൈസസ് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഈ സമയം കുറച്ച് ഗരം മസാലയും മല്ലിയുടെയും കുരുമുളകിൻ്റെയും പെരിഞ്ജീരകത്തിൻ്റെയും പൊടികളും ചേർത്തിട്ട് ഈ കറി സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം പുളിയിലുള്ള ഒരു 1/4 കപ്പ് തൈര് കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മസാലയിലേക്ക് പുളിയൊന്ന് പിടിക്കത്തക്ക വിധത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത എല്ലോടുകൂടിയ 1 കിലോ ചിക്കനാണ് ഈ കറിയിലേക്കായിട്ട് എടുത്തിരിക്കുന്നത്. ചിക്കൻ ചേർത്തിട്ട് ചിക്കനിലേക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകളെല്ലാം ചിക്കൻ്റെ എല്ലായിടത്തേക്കും ഒരേപോലെ ആകത്തക്ക വിധത്തിൽ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് 2 മിനിറ്റ് പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ ചിക്കൻ ഇതുപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് കൂടുതൽ കറി വേണമെങ്കിൽ 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ചൂടുവെള്ളം ചേർത്തിട്ട് ചിക്കനിലേക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കൂടുമ്പോൾ മൂടിയൊന്ന് തുറന്ന് അടി പിടിക്കാതിരിക്കാനായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കുറച്ച് വെള്ളത്തിൽ ഒന്നുകൂടി മിക്സ് ചെയ്ത് ചിക്കനിലേക്ക് ചേർത്ത് ചിക്കൻ്റെ എല്ലായിടത്തേക്കും മസാല അകത്തക്ക വിധത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മസാല ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടാനായി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നമുക്ക് ചിക്കനിലെ വേവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ കറിയിലെ എണ്ണയെല്ലാം തെളിഞ്ഞ് ചിക്കൻ സോഫ്റ്റായി വന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ കറി നമുക്ക് അപ്പത്തിൻ്റെയോ പൊറോട്ടയുടെയോ നൂലപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. മസാലപ്പൊടികൾ ചേർത്ത് സിമ്പിളായിട്ട് തയ്യാറാക്കാമെങ്കിലും ഇതുപോലെ തേങ്ങയും സ്പൈസസും ഒന്ന് വറുത്തരച്ച് ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് ഈ ഒരു കറി കൂടുതൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറിയുടെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓപ്ഷൻ ഓൾ കൊടുത്താൽ ഈ ചാനലിലൂടെ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.